പണ്ട് ഭാരതഭൂമിയിലെ കരുത്തുറ്റ സാമ്രാജ്യമായിരുന്നു മഗധ. അവിടെ ഭരണം നടത്തിയിരുന്നത് പർവ്വതം പോലെ ഉറച്ച ശരീരവും ആനയുടെ കരുത്തുമുള്ള ജരാസന്ധൻ എന്ന രാജാവായിരുന്നു. പക്ഷേ ആ കരുത്തിനു പിന്നിൽ വിചിത്രമായ ഒരു ജനന രഹസ്യം ഉണ്ടായിരുന്നു. ഒരിക്കൽ മഗധ രാജാവായ ബൃഹദ്രഥന് ചന്ദ്രകൗശികൻ എന്ന മുനി ഒരു ദിവ്യമായ മാമ്പഴം നൽകി. മക്കളില്ലാതിരുന്ന രാജാവ് അത് തൻ്റെ 2 പത്നിമാർക്കും പകുതി വീതം നൽകി. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. 2 രാജ്ഞിമാരും പ്രസവിച്ചത് ജീവനില്ലാത്ത ശരീരത്തിൻ്റെ ഓരോ പകുതികളായിരുന്നു. ഭയന്നുപോയ രാജാവ് ആ മാംസപിണ്ഡങ്ങൾ കാട്ടിൽ ഉപേക്ഷിച്ചു. അർദ്ധരാത്രിയിൽ ആ വനത്തിലൂടെ സഞ്ചരിച്ചിരുന്ന ജര എന്ന രാക്ഷസി ഈ 2 ഭാഗങ്ങളും കണ്ടു. അവൾ കൗതുകത്തോടെ ആ 2 പാതികളെയും ചേർത്തു പിടിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ആ ഭാഗങ്ങൾ പരസ്പരം ഒട്ടിപ്പിടിക്കുകയും ഒരു കുഞ്ഞ് ഉച്ചത്തിൽ കരയാൻ തുടങ്ങുകയും ചെയ്തു. ജര എന്ന രാക്ഷസി സന്ധിച്ചതുകൊണ്ട്, യോജിപ്പിച്ചതുകൊണ്ട് അവൻ ജരാസന്ധനായി. വർഷങ്ങൾ കടന്നുപോയി. ജരാസന്ധൻ ലോകത്തിലെ ഏറ്റവും വലിയ പോരാളിയായി വളർന്നു. വിഷ്ണു അവതാരമായ ശ്രീകൃഷ്ണനെ പോലും 17 തവണ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയ ചരിത്രമായിരുന്നു ജരാസന്ധൻ്റേത്. അഹങ്കാരം തലക്കുപിടിച്ച അദ്ദേഹം 80-ലധികം രാജാക്കന്മാരെ തടവിലിട്ടു. പാണ്ഡവർക്ക് രാജസൂയ യാഗം നടത്തണമെങ്കിൽ ജരാസന്ധനെ തോൽപ്പിക്കണമായിരുന്നു. ഒടുവിൽ ഒരു ഉച്ച സമയത്ത് ബ്രാഹ്മണ വേഷത്തിൽ കൃഷ്ണനും ഭീമനും അർജുനനും ജരാസന്ധൻ്റെ കൊട്ടാരത്തിലെത്തി. അവരവനെ മല്ലയുദ്ധത്തിന് വെല്ലുവിളിച്ചു. സമബലനായ ഭീമനെ തന്നെയാണ് ജരാസന്ധൻ തിരഞ്ഞെടുത്തത്. പിന്നീട് മഗധ സാക്ഷ്യം വഹിച്ചത് ലോകം കണ്ട ഏറ്റവും ഭീകരമായ മല്ലയുദ്ധത്തിനായിരുന്നു. ഇടിമിന്നലേൽക്കുന്നത് പോലെ മുഷ്ടികൾ പരസ്പരം ഏറ്റുമുട്ടി. പർവ്വതങ്ങൾ കൂട്ടിമുട്ടുന്നത് പോലെയുള്ള ശബ്ദം ആ കൊട്ടാരമുറ്റത്ത് മുഴങ്ങിക്കേട്ടു. 14 പകലും 14 രാത്രിയും ആ പോരാട്ടം നീണ്ടുനിന്നു. ഓരോ തവണ ഭീമൻ ജരാസന്ധൻ്റെ ശരീരം പിളർന്ന് ദൂരേക്ക് എറിയുമ്പോഴും മാന്ത്രികത എന്നോണം ആ ഭാഗങ്ങൾ വീണ്ടും ഒന്നിക്കുകയും ജരാസന്ധൻ പുഞ്ചിരിയോടെ എഴുന്നേൽക്കുകയും ചെയ്തു. ഭീമൻ തളരാൻ തുടങ്ങി. ഭയം ഭീമന്റെ കണ്ണുകളിൽ നിഴലിച്ചു. അപ്പോൾ ദൂരെ നിന്നിരുന്ന കൃഷ്ണൻ ഒരു പുൽക്കൊടി കയ്യിലെടുത്തു. കൃഷ്ണൻ ഭീമനെ നോക്കി ആ പുൽക്കൊടി നടുവേ കീറി. എന്നിട്ട് വലത് കൈയിലിരുന്ന കഷ്ണം ഇടത്തോട്ടും ഇടത് കൈയിലിരുന്നത് വലത്തോട്ടും എറിഞ്ഞു. കൃഷ്ണന്റെ ആ തന്ത്രം ഭീമൻ പെട്ടെന്ന് മനസ്സിലാക്കി. സർവശക്തിയും സംഭരിച്ച് ഭീമൻ ജരാസന്ധനെ ആകാശത്തേക്കുയർത്തി നിലത്തടിച്ചു. അവൻ്റെ കാലുകൾ കവച്ചു പിടിച്ച് ശരീരം നടുവേ കീറിമുറിച്ചു. എന്നിട്ട് കൃഷ്ണൻ കാണിച്ചതുപോലെ ജരാസന്ധൻ്റെ ശരീരത്തിൻ്റെ വലതുഭാഗം ഇടതുവശത്തേക്കും ഇടതുഭാഗം വലതുവശത്തേക്കും ദൂരേക്ക് വലിച്ചെറിഞ്ഞു. തല കീഴായി കിടക്കുന്ന ശരീരഭാഗങ്ങൾക്ക് ഒരിക്കലും ഒന്നിക്കാൻ കഴിയില്ലായിരുന്നു. അജയ്യനെന്ന് കരുതിയ ജരാസന്ധൻ അങ്ങനെ മണ്ണടിയുന്നു. ആകാശം പുഷ്പവൃഷ്ടി നടത്തി. അഹങ്കാരത്തിൻ്റെ പതനവും ബുദ്ധിയുടെയും കരുത്തിൻ്റെയും വിജയവും അവിടെ പൂർണ്ണമായി.